PDF ഒരുപാട് പേജുള്ള PDF സ്പ്ലിറ്റ് ചെയ്തിട്ട്, അതായത് ഇൻഡിവിജ്വൽ പേജസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതിന്, അതല്ലെങ്കിൽ ഇൻഡിവിജ്വൽ പേജസ് ആയിട്ടുള്ള PDF-നെ മെർജ് ചെയ്ത് ഒന്നാക്കുന്നതിന്, അതല്ലെങ്കിൽ ഒരു PDF-നെ ഒരു പ്രത്യേകത, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 10-20 MB ഉള്ള ഒരു PDF-നെ ഒരു 5 MB വീതമുള്ള സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി, ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് നമുക്ക് ഐ ലവ് PDF എന്ന് പറയുന്ന ഓൺലൈൻ സൈറ്റ് ഉപയോഗിക്കാം. ഓൺലൈൻ ടൂളുണ്ട്, ഒന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ടതില്ല. പക്ഷേ അതേസമയം നമുക്ക് വളരെ ചെറിയ ഒരു ടൂളുണ്ട്, ഒരു ചെറിയ ഫ്രീ സോഫ്റ്റ്വെയർ. ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ പരിപാടിയൊക്കെ ഓഫ്ലൈനായിട്ട് ചെയ്യാം, നെറ്റിൻ്റെ ആവശ്യമില്ല. അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. ഞാൻ ഡ്രൈവിലിട്ട് വെച്ചതാണ്. ഡ്രൈവിൽ ഡൗൺലോഡ് ചെയ്യുക. ചെറിയ ടൂളാണ്, ഒരു 2.5 MB മാക്സിമം ഉള്ളൂ. ഇവിടെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അത് റൺ ചെയ്യുന്നു, അത് ഇൻസ്റ്റാൾ ചെയ്യുന്നു. ഓക്കെ, ഇൻസ്റ്റാൾ ചെയ്യുന്നു. ഞാൻ വേറൊന്നും മാറ്റുന്നില്ല, ഫോൾഡറൊന്നും മാറ്റുന്നില്ല. സ്റ്റാർട്ട് മെനു ഫോൾഡർ ഞാൻ കൊടുക്കുന്നില്ല, ക്രിയേറ്റ് ഡെസ്ക്ടോപ്പ് ഫോൾഡർ കൊടുക്കുന്നുണ്ട്. ഇൻസ്റ്റാൾ ചെയ്യുന്നു. വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യേണ്ട, ലോഞ്ച് UnityPDF. ഇവിടെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഇൻ്റർഫേസാണ് നമുക്ക് വരിക. ഫസ്റ്റ് കാണുന്നത് തന്നെ ഈ ഇൻ്റർഫേസാണ്. ഈ സോഫ്റ്റ്വെയറിൽ ഇവിടെ ഫയൽ ആഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ആഡ് ചെയ്ത ഫയൽ റിമൂവ് ചെയ്യാൻ, പിന്നെ ക്ലിയർ ചെയ്യാൻ, ലിസ്റ്റ് ക്ലിയർ ചെയ്യാൻ, പിന്നെ നമ്മൾ കുറേ ഫയലുകൾ കൂടി, കുറേ പേജസ് കൂടിയിട്ട് ഒരു ഫയലാക്കുമ്പോൾ അറേഞ്ച് ചെയ്യാൻ, ടോപ്പ് ഇത് താഴോട്ടും മേലോട്ടൊക്കെ അറേഞ്ച് ചെയ്യാൻ, പിന്നെ മെർജ് ചെയ്യാൻ, അതായത് 2-3 കൂടിയിട്ട് ഒന്നാക്കാൻ, സ്പ്ലിറ്റ് ചെയ്യാൻ, കുറേ എണ്ണം കൂടി ഒരു ഫയൽ കുറേ എണ്ണത്തിലേക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നീട് പേജസ് എക്സ്ട്രാക്ട് ചെയ്യാനായിരുന്നു, പേജ് എക്സ്ട്രാക്ട് ചെയ്യാൻ, പേജ് ഇൻസേർട്ട് ചെയ്യാൻ, പിന്നെ റൊട്ടേറ്റ് ചെയ്യാൻ അതിൻ്റെ സൈസ്, പിന്നെ ഉള്ളത് പ്രൊട്ടക്ഷൻ, അത് പാസ്വേഡ് പ്രൊട്ടക്ഷനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ അതിൻ്റെ മീറ്റ ടാഗ് ഷോ ചെയ്യും, കാണിക്കും, അത് മീറ്റ ടാഗ് ക്ലിയർ ചെയ്യും. ഇത്രയും ഓപ്ഷൻസാണ് ഉള്ളത്. വളരെ ഈസിയാണ്, എല്ലാം ചെയ്ത് നോക്കാനേ ഉള്ളൂ. എങ്കിലും നമുക്കൊരു സ്പ്ലിറ്റിങ് മാത്രം നമുക്ക് ജസ്റ്റ് നോക്കാം. നമ്മളിവിടെ പ്ലസ് അടിച്ചുകൊണ്ട് ഒരു ഫയൽ ഓപ്പൺ ചെയ്യണം. ഇതിനിവിടെ ഡെസ്ക്ടോപ്പിൽ UnityPDF എന്ന് പറയുന്ന ഈ സോഫ്റ്റ്വെയറിൻ്റെ പേര് എങ്ങനെയാണ്, ആ പേരിൻ്റെ തന്നെ ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ട് അതിൽ ഒരു +1 അക്കൗണ്ടൻസിൻ്റെ ഒരു ട്യൂഷൻ ക്ലാസ്, അതായത് 2743 KB, അതായത് 2 MB പ്ലസ് ഉള്ള ഒരു ഫയൽ, അത് ഞാൻ ഓപ്പണാക്കി. മീറ്റ ടാഗ് ഉണ്ടോ എന്ന് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഇത് കോറൽ ഡ്രോ അത് ഉണ്ടാക്കിയിരിക്കുന്നതിൻ്റെ എഡിറ്റിംഗ് ചെയ്ത് ഇതൊക്കെ കാണിക്കുന്നുണ്ട്. ആരാണ് ഓദർ, സഹദ് എന്ന് പറയുന്ന ഒരാളാണ് ഓദർ, ഇതൊക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അതും ക്ലിയർ ചെയ്തപ്പോൾ അത് പോയിട്ടുണ്ട്. വീണ്ടും നമ്മൾ ഓപ്പണാക്കുന്നു, വീണ്ടും ഫയൽ ഓപ്പണാക്കുന്നു, ആഡ് ചെയ്യുന്നു. ഓക്കെ, നമ്മളാദ്യം സ്റ്റാർട്ടിംഗ് ആണ്. ഫയൽ ഓപ്പണാക്കി നമുക്ക് 51 പേജസ് ഉണ്ട്, അതിനെ സ്പ്ലിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് സ്പ്ലിറ്റ് ഉള്ളത്. അത് 51 പേജ് നമുക്ക് അതേ ഫോൾഡറിലേക്ക് തന്നെ നമ്മൾ കാണിച്ചു കൊടുക്കാം. ഇവിടെ ഇപ്പം 51 പേജസ് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടാവും. പ്ലസ് ആദ്യം ഉണ്ടായ മാസ്റ്റർ കോപ്പി 52 ഫയൽ ആ ഫോൾഡറിൽ ഉണ്ടാവണം. നമുക്ക് നോക്കാം. ഇവിടെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ഇത് ആദ്യം ഉണ്ടായതാണ്. ബാക്കിയുള്ളതിനും മെർജ് മുതൽ 1 മുതൽ നമ്പർ ഇട്ടിട്ടുണ്ട്, ഓരോ പേജ് നമ്പർ അതിനിട്ടുണ്ട്. 51 പേജസ് ഉണ്ട്, 51 പേജസ് ഉണ്ട്. ഓക്കെ, നമ്മളതിൻ്റെ മാസ്റ്റർ ഫയൽ നമ്മൾ റിമൂവ് ചെയ്യുകയാണ്. അതിലേക്ക് മാസ്റ്റർ ഫയൽ അവിടെ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് വേറൊരു രീതിയിൽ, അതായത് 1 മുതൽ 10 വരെയുള്ള പേജസ് നമുക്ക് മെർജ് ചെയ്യാൻ വേണ്ടി 1 മുതൽ 10 വരെയുള്ള ഫയൽ മെർജ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 മുതൽ 10 വരെ ഓപ്പൺ ചെയ്യുന്നു. 1 മുതൽ 10 വരെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിലൂടെ നമുക്ക് ഇവിടെ കാണിച്ചിരിക്കുന്ന അറേഞ്ച്മെൻറ്റ്, നമുക്ക് 10ാമത്തെ ഫയൽ മുകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മുകളിലേക്ക് കൊണ്ടുപോകാം, താഴത്തേക്ക് കൊണ്ടുപോകാം. ഈ അറേഞ്ച്മെൻറ്റാണത്. ഇനി ഈ 10ഉം കൂടിയിട്ട് നമ്മൾക്ക് ഒന്നാക്കണം, അതായത് മെർജ് ചെയ്യണം. മെർജ് ചെയ്യുമ്പോൾ ഫയൽ നെയിം ചോദിക്കും. 10 പേജസ് മെർജ്ഡ് എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ അടിക്കുന്നു. ഇനി നമ്മൾക്ക് താഴത്തേക്ക് വന്ന് ആ ഫോൾഡർ നോക്കാം. ഇവിടെ 10 പേജസ് മെർജ്ഡ് എന്ന് പറഞ്ഞിട്ട് ഫയൽ വന്നിട്ടുണ്ട്. നമ്മൾ ഫയൽ ഓപ്പൺ ആക്കി നോക്കുന്നു. ഇവിടെ കാണുന്നത് 10 പേജസ് ആയിട്ടുണ്ട്. 10 പേജസ് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ വീണ്ടും എല്ലാം റിമൂവ് ചെയ്യാണ്. അതിൻ്റെ മാസ്റ്റർ ഫയൽ ഒഴികെ ബാക്കി മൊത്തം റിമൂവ് ചെയ്തു. ഓക്കെ, നമ്മൾക്ക്
വീണ്ടും ആ ഫയൽ ആഡ് ചെയ്യുന്നു. നമ്മളിതിനെ മൾട്ടി പാർട്ടായിട്ട്, അതായത് സൈസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്യണം. ഇവിടെ നമ്പർ ഓഫ് പാർട്സ്, എത്ര പാർട്സാണ് ആക്കേണ്ടത് എന്ന് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വയ്ക്കാം. ഇതിപ്പോൾ 2.19 MB ആണ്. അപ്പം 1 MB സൈസുള്ളതാണെങ്കിൽ ഇത് 3 MB ആവും. അതായത് 1 MB ഫയലും പിന്നെ ഒരു ചില്ലറയും അങ്ങനെ ആവും. അപ്പം നമുക്കത് ആദ്യം നമ്പർ ഓഫ് പാർട്സ് ആണെങ്കിൽ ഇതിനെ 3 പാർട്സാണ് ആക്കേണ്ടതെങ്കിൽ നമ്മൾ 3 നോക്കിയിട്ട് അടിക്കുന്നു. സെയിം സ്ഥലം കാണിച്ചു കൊടുക്കുന്നു. UnityPDF-നെ ഓക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 3 ഫയലായിട്ടുണ്ടാവും. 1 2 3 ഫയലാക്കി വീതിച്ചിട്ടുണ്ട്. മാസ്റ്റർ കോപ്പി അവിടെ തന്നെ ഉണ്ട്. നമ്മൾ പിന്നെ അടുത്ത പരീക്ഷണം നടത്താം. നമ്മൾക്ക് ഫയൽ ഓപ്പൺ ആക്കുന്നു. നമ്മൾക്കിതിൽ ഇവിടെ എക്സ്ട്രാക്ട് പേജ് ഉണ്ട്, ഇവിടെ ഇൻസേർട്ട് പേജ് ഉണ്ട്. ഒരു പേജ് ഇൻസേർട്ട് ചെയ്യണം. ഓൾറെഡി 51 പേജുള്ളൊരു ഫയലാണ്. അതിൽ നമുക്കൊരു പേജ് ഇൻസേർട്ട് ചെയ്യണം. നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ട ഫയൽ ഏതാണെന്നില്ല നമ്മളോട് ചോദിക്കുന്നു. നമ്മൾ ഇൻസേർട്ട് ചെയ്യേണ്ട ഫയൽ നമ്മുടെ ഡെസ്ക്ടോപ്പിൽ നിന്ന് ഏതെങ്കിലും ഒരു ഫയൽ നമ്മൾ കാണിച്ചു കൊടുക്കുന്നു. മൈ ഡോക്യുമെൻറ്റ്സ് ഡൗൺലോഡ്സിലുണ്ടാകും ഏതെങ്കിലും ഫയൽ. സ്റ്റഡി ഫോർ ആക്ഷൻ ചെറിയ സൈസ് ഓക്കെ കേരള എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ കാണുന്നുണ്ട്. ഏതാ ഫയലെന്ന് ഞാൻ നോക്കിയിട്ടില്ല. ഏതായാലും നമ്മൾ ആഡ് ചെയ്തത് ബിഫോർ ആണോ ആഫ്റ്റർ ആണോ ഏത് പേജസ് ആണ്. ആഫ്റ്റർ ദ പേജ് 5-ന് ശേഷം നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, ബിഫോർ ദ ഫസ്റ്റ് പേജ്, ആഫ്റ്റർ ദ ലാസ്റ്റ് പേജ് ഉണ്ട്, പിന്നെ ഇൻ ബിറ്റ്വീൻ ദ പേജ്. ഇപ്പം നമ്മൾ ഇൻസേർട്ട് ദ പേജ് ആഫ്റ്റർ 5, പേജ് നമ്പർ 5, അത് 6ാമത്തെ പേജ് മുതൽ അതാണ് ആകുക. ഓക്കെ, ഇതിപ്പോൾ 51 ഉള്ളത്. ഈ പേജ് കേരള എന്ന് പറയുന്ന ഫയൽ എത്ര പേജസ് ആണ് ഉള്ളതെന്ന് ഞാൻ നോക്കിയിട്ടില്ല. ഏതായാലും നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നു. ഫോൾഡർ കാണിച്ചു കൊടുക്കുന്നു, ഡെസ്റ്റിനേഷൻ ഫോൾഡർ കാണിച്ചു കൊടുക്കുന്നു. ഓക്കെ, നമ്മൾ ഇൻസേർട്ടഡ് പേജാണ് ഇത് കാണിക്കുന്നത്. 51 പേജാണ് ഉണ്ടായത്. ഇപ്പോൾ 52 പേജായിട്ടുണ്ട്. അതായത് 6ാമത്തെ പേജ് കേരള എന്ന് പറയുന്ന ആ ഫയലാണ് വന്നിട്ടുള്ളത്. ഇതാ 6ാമത്തെ പേജ് കേരള എന്ന് പറയുന്ന ഒറ്റ ഫയലായിരുന്നു. പിന്നെ അടുത്തത് വീണ്ടും അതേ ബുക്ക് തന്നെയാണ്. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നമ്മൾ PDF-ന്, അതായത് പല രീതിയിലുള്ള നമുക്ക് അത്യാവശ്യം ഓഫീസ് ആവശ്യത്തിന് വേണ്ടി വരുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ഒരു ഫയലാണ് UnityPDF. ഒരു സോഫ്റ്റ്വെയറാണ് UnityPDF. ഫയൽ ഡൗൺലോഡ് ചെയ്യുക, കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത് വെക്കുക, ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. നമുക്ക് ഉപകാരം വരും. താങ്ക് യു.